ഹലോ ഗായ്സ്, ഞാൻ കുറച്ച് നാളായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടുന്നില്ലായിരുന്നു. കാരണം അത് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിന്റെ അപ്ഡേറ്റ് ഞാൻ വഴി അറിയിക്കുന്നതായിരിക്കും. പക്ഷെ ഇനി ഞാൻ സംസാരിക്കാൻ വന്നിരിക്കുന്ന മാറ്റർ ഇതൊന്നും അല്ല. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഭയങ്കര ചർച്ചയായിട്ട് ഇരിക്കുന്ന ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഇതിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? 4 കൊല്ലം മുന്നേ സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു കേസിന്റെ പുറമേല് കോടതി ഒരു റിപ്പോർട്ട് പുറപ്പെടുവിപ്പിക്കണമെന്ന് പറയുന്നു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അത് 4 കൊല്ലം മുന്നേ പുറപ്പെടുവിച്ച റിപ്പോർട്ടാണ്. 4 കൊല്ലം മുന്നേ ആണ് ഈ റിപ്പോർട്ട് എഴുതി കൊടുത്തതും ഈ കാര്യങ്ങളെല്ലാം അവിടെ പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4 കൊല്ലം മുന്നേ ഈ പറയുന്ന കേസുകൾ, അതിനകത്ത് പോസ്കോ ഉൾപ്പെടെ ഈ പറയുന്ന കേസുകൾ ഉണ്ടായിട്ട് അന്ന് ഇത് ഒരു പോലീസുകാരോ അല്ലെങ്കിൽ ഈ പറയുന്ന കോടതികളോ ഒന്നും അന്വേഷിക്കാതെ 4 കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴാണ് ഇത് വന്ന് അന്വേഷിക്കുന്നത്. എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിയാണ്, നമുക്ക് സ്ത്രീ സുരക്ഷ എല്ലായിടത്തും വേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അത് ഈ ഇൻഡസ്ട്രി മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കണം. ഇന്ന് ഇതേ ദിവസം വന്ന് ഇന്ന് സ്റ്റാറ്റസ് ഇടുന്നു, ഇന്ന നടൻ ഇന്ന നടിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്നു. ഈ സ്റ്റാറ്റസ് ഇട്ടിട്ട് നമ്മൾ ഇതിന്റെ പുറകെ വിട്ടുപോകാണ് ഏറ്റവും വലിയ കുഴപ്പം. നമ്മൾ ആരും ഇതിനെതിരെ ഇറങ്ങി ഒന്ന് പ്രതികരിച്ചാലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കപ്പോൾ അവനെ കെട്ടിയിട്ട് അടിക്കാനോ ഉള്ള ഒരു മൈൻഡ് നമ്മൾ കാണിച്ചായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാവത്തില്ല. അതല്ലാതെ 4 കൊല്ലം മുന്നേ എന്നെ 16 വയസ്സിൽ എന്നെ ഇത്ര പീഡിപ്പിച്ചു, പാട്ടോടം എന്നെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ അവസരം തരാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു എന്ന് 4 കൊല്ലം മുന്നേ ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ ഒരു